സമയമാണ്. ഈ സമയം കാരണം ഇത് ഏതാനും ദിവസങ്ങൾ പിന്നിട്ടാൽ അതേ റബീഉൽ അവ്വൽ മാസം വരെയാണ്. അഹ്യാ റബീഉൽ ഖൽബി ശഹ്റുൽ മൗലിദി കുല്ലൽ അനാമി ബിദിക്രി മൗലിദി അഹ്മദി. എല്ലാവരും മദീനയിലേക്ക് ഒരു സ്വലാത്ത് ചൊല്ലണം. യാ റബ്ബി നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. എല്ലാ മുഅ്മിനുകളോട് പറയട്ടെ, ഉമ്മ പെങ്ങന്മാരോട് പറയട്ടെ, റബീഉൽ അവ്വൽ വരാറായല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ഇങ്ങനെ അധികരിപ്പിക്കണം, ധാരാളം മദ്ഹുകൾ ചൊല്ലണം. അതാണ് ഉമർ ഖാദി റഹിമഹുല്ലാഹ്, ഉമർ ഖാദി തങ്ങൾ പറഞ്ഞത് അതല്ലേ. ഞാൻ എന്റെ വാദിന്റെ തുടക്കത്തിൽ അതാ ഇവിടുന്ന് കേൾപ്പിച്ച വരികൾ അതാണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുക എന്നത്, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് പറയുക എന്നത് ഖൈറുൽ അമൽ, സൽക്കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും ഖൈറായ അമലാണത്. അതൊരു ചെറിയ ഇബാദത്തല്ല. ഉമ്മമാരെ, മൗലിദ് പാരായണം ചെയ്യണോ? റബീഉൽ അവ്വൽ മാസം വരെയല്ലേ, ഇനി മൗലിദിന്റെ മാസമാണല്ലോ. അതാണ് ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് നവ്വറല്ലാഹു മർഖദ മഹാന്മാരെ ഞങ്ങളൊക്കെ അനുസ്മരിക്കുന്നത് അതുകൊണ്ടാണ്. അവിടുന്ന് അതെ അവിടുന്ന് ചൊല്ലിപ്പറഞ്ഞ് കേൾപ്പിച്ചില്ലേ, ആരംഭ പൂവായ മുത്ത് നബിയുടെ മീലാദ് വന്നേത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നേത്തി. ഒക്കെ വെറുതെയാണോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് വരുമ്പോ അതാണ് അവരൊക്കെ ചൊല്ലി പറഞ്ഞത്, പാടിപ്പുകഴ്ത്തിയത്. മീലാദ് വന്നെത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. മീലാദ് വരുമ്പോ, റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോ വല്ലാത്ത സന്തോഷമാണ്. കാരണം മൗലിദ് എപ്പോഴും പാരായണം ചെയ്യാം, സ്വലാത്ത് എപ്പോഴും ചൊല്ലാം. എന്നാലും മീലാദ് വരുമ്പോ മൗലിദ് ഓതാൻ ഒരു പ്രത്യേക ആവേശമാണ്, സ്വലാത്ത് ചൊല്ലാൻ പ്രത്യേക ഒരു ആവേശമാണ്. അതുകൊണ്ടാണ് ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് ഓതണം, പാരായണം ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണ്? ഖൈറുൽ അമൽ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ഖൈറായ അമലാണത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചൊല്ലിക്കോ, അതിനൊരു അലസത വേണ്ട, അതിനൊരു മടി വേണ്ട. തങ്ങളെ മദ്ഹ് ചൊല്ലുക എന്നത് ദുനിയാവ് രക്ഷപ്പെടാനുള്ള വഴിയാണ്, ആഖിറം രക്ഷപ്പെടാനുള്ള വഴിയാണ്. എന്ത് ആഗ്രഹം നിങ്ങൾക്കുണ്ടോ, എന്ത് മോഹമുണ്ടോ, ഉദ്ദേശമുണ്ടോ, തങ്ങളെ സ്നേഹിച്ചതുകൊണ്ട് മദ്ഹ് പറഞ്ഞതുകൊണ്ട് പടച്ചറബ് സാധിപ്പിച്ച തന്നേക്കും കേട്ടോ. ഇത് ഞാനല്ലല്ലോ പറയുന്നത്, ഉമർ ഖാദി റഹിമഹുല്ലാഹ്, ആ മഹാന്മാരാണ് ഇത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനി ഞങ്ങൾക്കൊരു പ്രത്യേകമുള്ളൊരു ആവേശത്തിന്റെ സമയമാണ്. ഹബീബായ തങ്ങളെ അവലംബിക്കണോ? ഏറ്റവും വലിയ മഹാനാരാണ്? ഇവിടെ നമ്മൾ ഒരു മഹാനരെ അനുസ്മരിക്കുകയാണല്ലോ. ഏറ്റവും വലിയ മഹാനാണ് ആരാണ്? അത് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ മഹാൻ ആരാണ് ഇവിടെയുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ മഹാൻ ആരാണ് ഇവിടെയുള്ളത്? ഞാൻ എല്ലാ ഉമ്മമാരോട് പറയണം, അവരിവിടെ വേദനിക്കുന്നില്ലേ?
ഇതിന്റെ അപ്പുറത്താ എന്നാ ചിലത് ഓരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടാണ് ഓരോട് പറയണത്. വിഷമം തോന്നരുത് കേട്ടോ. ഇയാൾ എന്താ ഉമ്മമാരെ ചോദിക്കണത്, അങ്ങനെ ഒരു വിഷമം തോന്നണ്ട. ചിലത് ഓരേ ചെയ്യൂന്ന് തോന്നുമ്പോ ഓരോടാ പറയാ. അപ്പൊ അവരെ പ്രത്യേകം വിളിച്ചു പറഞ്ഞാൽ അവർ പ്രത്യേകം പരിഗണിക്കും. അതുകൊണ്ടാണ് ഉമ്മമാരോട് ഞാൻ നിങ്ങൾക്ക് തിരക്കുള്ളത് കൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞ വിഷയം നടക്കൂല എന്നറിയാം, അറിയണതുകൊണ്ടാണ്. കാരണം നിങ്ങൾക്ക് വേറെ കുറെ ഡ്യൂട്ടികളുണ്ട്. അപ്പൊ നിങ്ങളോട് പറയേണ്ടത് നിങ്ങളോട് പറയും, ഓരോട് പറയേണ്ടത് ഓരോട് പറയും. അപ്പൊ ഞാൻ എന്റെ വാല് കേൾക്കണ ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു കാര്യം നിങ്ങളും പഠിക്കണം, നിങ്ങളെ ഭർത്താക്കന്മാരെയും പഠിപ്പിക്കണം, നിങ്ങളെ മക്കൾക്കും പഠിപ്പിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. ആ പറയുമ്പോൾ നിങ്ങൾ പേടിച്ചുല്ലേ? കാരണം നിങ്ങളും പഠിക്കണം, നിങ്ങളെ കുട്ടികളും പഠിക്കണം, നിങ്ങളെ കുട്ടികളെയും കൂടി പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ പോരെ മൊയ്ലാരെ? നിങ്ങളെ ഭർത്താക്കന്മാരെയും പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറഞ്ഞാൽ പോരെ? ഞങ്ങൾ ഭാര്യമാരെ അങ്ങോട്ട് പഠിപ്പിക്കുമല്ലോ. എന്തായാലും സാരല്ല, ഭർത്താവ് ഭാര്യനെ പഠിപ്പിച്ചാലും ശരി, ഭാര്യ ഭർത്താവിനെ പഠിപ്പിച്ചാലും ശരി, ആരായാലും ശരിയില്ല, പഠിപ്പിക്കണം, പഠിക്കണം. ഈ റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു കാര്യം പഠിക്കണം. അതെന്താണ്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബ് കാണാതെ പഠിക്കണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ ആരാണ്, ബാപ്പാന്റെ ബാപ്പ ആരാണ് അല്ലേ? അങ്ങനെ എത്ര ആളുകൾക്ക് പറയാൻ കഴിയാം? അത് പറയാൻ കഴിയും. ലോക നേതാവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബാപ്പ ആരാണ്? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബാപ്പ ആരാണ്? ഒന്ന് സംസാരിക്കുന്നത് അറിയാത്തതുകൊണ്ടൊന്നല്ല, എനിക്കൊരാവേശം ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാ. ഞാൻ കുറേ ദൂരെന്ന് വന്നല്ലേ, അപ്പൊ ഒരു ക്ഷീണം ഉണ്ടാവും. അപ്പൊ നിങ്ങളൊരിങ്ങനെ ഒരു ആവേശം കാണിയപ്പോൾ ക്ഷീണം മാറും. ഇനിയിപ്പോ ഇത് കഴിഞ്ഞിട്ട് നേരെ ചെന്നൈയിലോട്ട് പോവാണ്, നാളെ രാത്രി ചെന്നൈയിലാവാത്, എത്ര ദൂരെ അത്രയാണ് ട്രെയിനിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊരു ആവേശം കാണിച്ച് എനിക്കൊരാവേശം ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ ബാപ്പാന്റെ പേരെന്താ അല്ലേ? അതന്നല്ലേ അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഓരോ ബാപ്പാന്റെ പേരുണ്ട്, അങ്ങനല്ലേ? ആ ഒരു പരമ്പര ഉണ്ടല്ലോ. അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബും മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബു ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു ثم كمولر كن مدركا نزارهم عدهم عدنان أربعة ترتيبهم تابع التبيان نزارهم عدهم عدنان ترتيبهم تابع التبيان മറക്കപ്പുറത്തിരുന്ന് ഇവിടെ അന്തിയുറങ്ങുന്ന മഹാനരുടെ അനുസ്മരണ സദസ്സിൽ വന്ന് സാധുവാടെ എന്റെ ബാധ കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, എന്റെ നേരെ മുന്നിലിരുന്ന് ബാധ കേൾക്കുന്ന കാരണവന്മാര്, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ചേട്ടാനുജന്മാരായ യുവാക്കള്, എന്റെ അനുജന്മാരായ മക്കളെ, കൗമാരപ്രായമുള്ള മക്കളെ, എല്ലാരും കൂടി കേൾക്കാൻ വേണ്ടി പറയാണ്. ഈ സദസ്സിൽ ഇരുന്നിട്ട് ഓഫ്ലൈനിലൂടെ വാത് കേൾക്കുന്നവരോട് മാത്രമല്ല, ഓൺലൈനിലൂടെ വാത് കേൾക്കുന്ന മുഴുവൻ സ്നേഹജനങ്ങളോട് പറയട്ടെ, ഇത്തവണ റബീഉൽ അവ്വൽ കടന്നു വരുന്നതിന് മുമ്പായി ഒരു കാര്യം അങ്ങ് ചെയ്തോ. ഈ റബീഉൽ അവ്വലിനെ വരവേൽക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നസബുണ്ടല്ലോ, ബാപ്പമാരുടെ കുടുംബ പരമ്പരയുണ്ടല്ലോ, അതൊന്ന് കാണാതെ പഠിച്ചോ. അത് പുരുഷന്മാരും കാണാതെ പഠിക്കണോ, സ്ത്രീകളും കാണാതെ പഠിക്കണോ. ഞാൻ എൻ്റെ ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നിങ്ങളെ ചെറിയ മക്കളില്ലയോ, ആ കുട്ടികൾക്കും അത് കാണാതെ പഠിപ്പിക്കണോ. അതാണ് ഞാൻ നേരത്തെ ബൈത്തിന്റെ വരികളിലൂടെ പാടി കേൾപ്പിച്ചത്. അതാണ് അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബു മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബു ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു ثم مولر كن مدرك
മുദ്രികാ നിസാറുഹും മഅദ്ദുഹും അദ്നാനു തർതീബുഹും മതാബിഹി തിബിയാനു. മഹാന്മാരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, വമാ സാല സലഫു യഹ്ഫളൂന. മുൻഗാമികൾക്കൊരു സ്വഭാവമുണ്ട്, അവർ ഈ പരമ്പരയെ കാണാതെ പഠിച്ചിരുന്നു. ഇന്ന് ഇത് കാണാതെ അറിയുന്ന ബാപ്പ എവിടെ? പലതും കാണാതെ പഠിക്കുന്നവരില്ലേ? റൊണാൾഡോക്ക് ഒരു യൂട്യൂബ് ചാനൽ വന്നപ്പോഴേക്ക് അതിന് മില്യൺ കണക്കിന് ആളുകൾ സബ്സ്ക്രൈബറായി. ഇപ്പൊ തന്നെ ഞങ്ങളെ പേരമക്കളോട്, ഞങ്ങളെ മക്കളോട് റൊണാൾഡോയുടെ യൂട്യൂബ് ചാനലിന് എത്ര സബ്സ്ക്രൈബർമാരുണ്ടെന്ന് ചോദിച്ചാൽ മില്യണിന്റെ കണക്ക് പറയുന്ന മക്കളല്ലേ എനിക്കും നിങ്ങൾക്കുമുള്ളത്, പേരമക്കളല്ലേ നമുക്കുള്ളത്. അത് മാത്രം പഠിച്ചാ പോരാ. ചോദിക്കട്ടെ രക്ഷിതാക്കളോട്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അന്നസബു ശരീഫ്, അവിടുത്തെ ബാപ്പ ആരാണ്? അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആണ്. അവിടുത്തെ ബാപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. അതിനുശേഷം ഹാഷിമാണ്, അബ്ദു മനാഫാണ്, ഖുസൈയാണ്, കിലാബാണ്, മുറത്താണ്, കഅബാണ്, ലുഐ ആണ്, ഗാലിബാണ്, ഫിഹ്റാൻ, മാലിക്കാണ്, നളറാണ്, കിനാനത്താണ്, ഖുസൈമത്താണ്, മുദ്രികത്താണ്, ഇല്യാസാണ്, മുളറാണ്, നിസാറാണ് എന്നിങ്ങനെ ഒരു നീണ്ട വരികളില്ലേ? അതൊന്ന് പുരുഷന്മാർക്ക് കാണാതെ പഠിച്ചുകൂടെ? സ്ത്രീകൾക്ക് കാണാതെ പഠിച്ചുകൂടെ? എന്നിട്ട് ഞാൻ എന്റെ വാളുകൾക്കൊന്ന് ഉമ്മമാരോട് പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, ഇത്തവണ റബീഉൽ അവ്വൽ വരാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് നിങ്ങളും ഇതങ്ങ് കാണാതെ പഠിച്ചോ. നിങ്ങളെ സ്വന്തം മക്കളെ അടുത്തിരുത്തിയിട്ട് കാണാതെ പഠിപ്പിച്ചോ. ഇത് പറഞ്ഞിട്ട് മഹത്തുക്കള് കിതാബിൽ പറയുകയാണ്, വമാ സാല സലഫു യഹ്ഫളൂന. മുൻഗാമികളായ മഹത്തുക്കള് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബാപ്പമാരെ ഉപ്പാപ്പമാരെ പരമ്പര അത് കാണാതെ പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, സ്വന്തം കാണാതെ പഠിച്ചിരുന്നു എന്ന് മാത്രമല്ല, വയഅ്മുറൂന ഔലാദഹും ബിഹിഫ്ളിഹി. അത് കാണാതെ പഠിക്കാൻ സ്വന്തം മക്കളോട് ആജ്ഞാപിക്കുകയും ചെയ്തിരുന്നു, നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. വത്തബറുകി ബിഹി. അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ കൽപ്പിച്ചിരുന്നു. അത് കാണാതെ അറിഞ്ഞാൽ അത് വല്ലാത്ത ഒരു പവറാണ് കേട്ടോ. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. പോരട്ടോ, ഉറക്കെ ചൊല്ലണം, നബി മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ അങ്ങനെ? നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു